താഴെത്തട്ടിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ, ചിലപ്പോൾ ഒരുപക്ഷെ നല്ല റോഡില്ലാത്ത സ്ഥലങ്ങളിലും ഈ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൽ നമുക്ക് കടന്നെത്തുവാൻ കഴിയും. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞ ഒരു സാഹസികതയും ഇതിനകത്തുണ്ട്. ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ കണ്ണൂർ, ആറളം ഭാഗം, അത് കഴിഞ്ഞിട്ട് വയനാട്, കോഴിക്കോടൊക്കെ പ്രശ്നം വന്യജീവി ആക്രമണമാണ്. അല്ല, എനിക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കാരണം എൻ്റെ പിതാവും ആൻസാറും വർഷങ്ങൾക്ക് മുമ്പ് ഈ മലയോര പ്രദേശങ്ങളിൽ അവർ പറയുന്ന കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി എപ്പോഴും പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. നമുക്ക് പകൽ സമയത്ത് പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, ആ സാഹചര്യം ഓർക്കുമ്പോൾ വേദനയുണ്ട്. നമുക്ക് ഒരു നിസ്സഹായതരായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്ന് ഭേദഗതി കൊണ്ടുവരുവാൻ ചിലപ്പോൾ പരിസ്ഥിതി മറ്റേത് മറിച്ചത് സുപ്രീം കോടതിയൊക്കെ പറയുമ്പോൾ അവർക്കും അതിൻ്റെ ലോബി അവർക്ക് അതിൻ്റെ ഒരു പ്രഷർ കാണുമായിരിക്കും. എന്താകട്ടെ, ഈ ഭേദഗതിയിൽ കൂടെ നമുക്ക് സേഫ് ആകാൻ പറ്റുള്ളൂ. നമുക്ക് സംസ്ഥാന സർക്കാരിന് പറ്റത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ വകുപ്പിൽ തന്നെ 63 പ്രകാരം, ഷെഡ്യൂൾ 63 പ്രകാരം ഒരു ഡയറക്ഷൻ കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വയം രക്ഷ അത് മനുഷ്യൻ്റേതാണ്, അല്ലാതെ മൃഗത്തിൻ്റേതല്ല. അപ്പോൾ അതിനു വേണ്ടി അതിനെ വെടിവെക്കാം, അതിനെ കൊല്ലാമെന്ന് ഈ ഷെഡ്യൂളിൽ തന്നെ പറയുന്നുണ്ട്. വന്യമൃഗ സംരക്ഷണ ബില്ലിൽ 11 പറയുന്നുണ്ട്. അത് വെച്ചിട്ട് കേസെടുക്കാൻ പാടില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ള ആദ്യത്തേത്. ഇപ്പോൾ പേടിയല്ല, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ നോൺ ബെയിലബിളാക്കി ഇടുക, ജയിലിൽ കിടക്കേണ്ടി വരും. അതൊരു പ്രിസംഷൻ്റെ ആഭിമുഖ്യത്തിലാണ്. ഇപ്പോൾ ഒരു പോസ്കോ കേസോ അല്ലെങ്കിൽ ജാതിപ്പേര് വിളിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സ് കയ്യിലുണ്ടെങ്കിൽ ഉടനെ തന്നെ നോൺ ബെയിലബിളാണ്. പക്ഷേ അതല്ല ഇത്. ഈ തെരഞ്ഞെടുപ്പിനൊരു പ്രത്യേകത എന്താ കാണുന്നത്? കാരണം BJP ഒരു ഭാഗത്തുണ്ട്. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് 2 വർഗീയ മുന്നണികളോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടുന്നതെന്ന്. നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഇന്ന് UDF വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മതേതര വിശ്വാസികളൊക്കെ വളരെയധികം നിരാശരാണ്. UDFിനേക്കാൾ നല്ല പരിഗണന കിട്ടി. അതെ, പരിഗണന കിട്ടുന്നു ഉള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ അതിനേക്കാൾ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ, എല്ലാ മേഖലയും ശക്തിപ്പെടുത്തുവാൻ വളരെയധികം ആളുകൾ, ഇപ്പോൾ കോട്ടയം ജില്ല തന്നെ എടുത്താൽ എത്രയോ പേര് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കേരള കോൺഗ്രസിലേക്ക് വന്നു. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വന്നു, തിരുവനന്തപുരത്ത് ഇന്നലെയും ആളുകൾ വന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് പോവുകയുണ്ടായത്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും വിപുലീകരിക്കുവാനും കൂടുതൽ സീറ്റുകൾ നേടുവാനും ഒരു വിജയ ശതമാനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ കോട്ടയം ജില്ലയിൽ തന്നെ ഏതാണ്ട് 470ഓളം സീറ്റുകളിൽ നമ്മൾ മത്സരിക്കുന്നു. എന്തായാലും വലിയ പ്രതീക്ഷ ഉള്ളതിനപ്പുറത്ത് ആത്മവിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലഭിച്ച സീറ്റുകളേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ഇത്തവണ കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നുണ്ട്. എന്തായാലും വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു.